നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ള പൊതുചർച്ച ഇന്നും തുടരും. വയനാട്ടിലും അതുതന്നെയാണ് സാഹചര്യം. നാളെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ആയിരിക്കും ഈ സമ്മേളനം പിരിയുക. തിരുവനന്തപുരത്ത് നാളെ വിഴിഞ്ഞത്ത് റെഡ് വോളണ്ടിയർ പരേഡും പ്രകടനവും നടക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ ആദ്യം തിരുവനന്തപുരത്തെ വിവരങ്ങൾ, സമ്മേളന കാലയളവിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നൃപൻ ചക്രവർത്തിയിലേക്കാണ്. നൃപൻ ഇപ്പോൾ ചേരുന്നത് കോവളത്തെ സമ്മേളന നഗരിയിൽ നിന്നാണ്. ദൃശ്യങ്ങളിൽ ഒപ്പം അനൂപുമുണ്ട്. നൃപനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മൾ അനൂപിലേക്ക് എത്തും. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ് കാവ്യ. പ്രതിനിധി സമ്മേളനത്തിന്റെ ഇന്നലത്തെ വിശദാംശങ്ങളൊക്കെ നമ്മൾ സജീവമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പൊതുചർച്ച എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് മനസ്സിലാക്കുന്നു. നാളെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ സമ്മേളന കാലയളവ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സമ്മേളനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബ്രാഞ്ച് തല സമ്മേളനങ്ങളിൽ തുടങ്ങി LC സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഒപ്പം തന്നെ ഏരിയ സമ്മേളനം, അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്, ഭരണസ്ഥിരാ കേന്ദ്രമാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രം തലസ്ഥാനത്താണ്, സമരങ്ങളുടെ കേന്ദ്രമാണ്. ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതും തിരുവനന്തപുരത്താണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെയുള്ള ഒരുക്കങ്ങൾക്ക് സമയമായി. ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രാധാന്യമുള്ളപ്പോൾ തലസ്ഥാന ജില്ലയിലെ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിനും ഭാവി സമരപരിപാടികളൊക്കെ തീരുമാനിക്കുന്നതിനുള്ള നിർണായകമായ സമ്മേളനമാണ് 3 ദിവസക്കാലം കോവളത്ത് വെച്ച് നടക്കുന്നത്. ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. നമ്മൾ സമ്മേളനം നടക്കുന്ന നഗരിയിലാണുള്ളത്, കോവളത്താണ് ഉള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം കാവ്യ സൂചിപ്പിച്ചതുപോലെ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത്. തുടർന്ന് ഈ പാർട്ടിയുടെ ഈ പ്രവർത്തന കാലത്ത് റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ജോയി വിശദമായി തന്നെ അവതരിപ്പിച്ചു. അതിൽ എല്ലാ ഭാഗങ്ങളുമുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ, സംഘടനയ്ക്കകത്ത് CPIM-നെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലാണ്. ആഭ്യന്തരമായ ജനാധിപത്യം, ഒപ്പം തന്നെ വിമർശനവും സ്വയം വിമർശനവുമുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതൽ താഴെ തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും സർക്കാരിനെ സംബന്ധിച്ച വിലയിരുത്തൽ, ഇത് സംബന്ധിച്ച വിമർശനം നടത്താം, അത് സംബന്ധിച്ച അവലോകനം നടത്താം, ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ തുടർ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന തരത്തിലുള്ള വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള പൊതുചർച്ചയിലേക്ക് ഇന്നലെ തന്നെ കടന്നതാണ്. പൊതുചർച്ചയിൽ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തത് വർക്കല ഏരിയ കമ്മിറ്റി, പാറശാല, കിളിമാനൂർ, നെയ്യാറ്റിങ്കര, വിതുര, ഒപ്പം തന്നെ നെടുമങ്ങാട്, വെള്ളറട, വഞ്ചിയൂർ, ആറ്റിങ്ങൽ, വെഞ്ഞാറമ്മൂട്, കഴക്കൂട്ടം, ചാല, പേരൂർക്കട എന്നീ കമ്മിറ്റികളെ പ്രതികരിച്ച് ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി, അതായത് ആ പ്രദേശത്തെ പാർട്ടിയെ സംബന്ധിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയ്ക്ക് പൂർത്തിയാക്കി അവിടെ നിന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രതിനിധിയെ പൊതുചർച്ചയിലേക്ക് അയക്കുക. അങ്ങനെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ പൊതുചർച്ചയിൽ പങ്കെടുത്ത കമ്മിറ്റികളുടെ വിശദാംശങ്ങളാണ് ഞാൻ നൽകിയത്. ഇനി ആകെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 19 ഏരിയ കമ്മിറ്റിയാണ് ഉള്ളത്. ഏകദേശം 42,000 പാർട്ടി മെമ്പർമാരുള്ള ജില്ലയാണ്. വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകരുള്ള ജില്ലയാണ്. ഈ ഏരിയ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനവും എല്ലാം പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് വിശദമായ ചർച്ചകളാണ് ഇന്ന് നടക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഇന്ന് അനുവദിച്ചിട്ടുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഏരിയ കമ്മിറ്റികളെ പ്രതികരിച്ചുള്ള പൊതുചർച്ചയിൽ ഇന്നും പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. ഇതിനൊക്കെ ശേഷമാണ് ഇന്ന് ചർച്ച മുഴുവൻ പൂർത്തിയാക്കി നാളെയാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടിയും, ഒപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. അടുത്ത കാലത്തേക്ക് പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. ഒപ്പം തന്നെ പാർട്ടി ആര് നയിക്കും, ജില്ലയിൽ ആര് നയിക്കും എന്ന തീരുമാനമെടുത്തായിരിക്കും ജില്ലാ സമ്മേളനം അവസാനിക്കുക. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച വിപുലമായ റെഡ് വോളണ്ടിയർ പരേഡുണ്ട്. ഈ കോവളത്ത് ആണ് സമ്മേളനം നടക്കുന്നെങ്കിൽ വിഴിഞ്ഞത്താണ്
വിഴിഞ്ഞം ടൗണിൽ വെച്ചിട്ടാണ് പൊതുസമ്മേളനം നടക്കുക. ആഴാങ്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച്, ഒപ്പം തന്നെ പൊതുപ്രകടനമുണ്ട്. പ്രകടനം എന്ന് പറയുമ്പോൾ 19 ഏരിയ കമ്മിറ്റി ഉണ്ടെങ്കിലും ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളിൽ നിന്നും പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമല്ല. വിഴിഞ്ഞം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ജംഗ്ഷനാണ്. അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ അവിടെ എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് 5 ഏരിയ കമ്മിറ്റികൾ പ്രതികരിച്ചിട്ടുള്ള പ്രതിനിധികൾ മാത്രമാണ്. അവിടെ നിന്ന് എത്തുന്ന പാർട്ടി പ്രവർത്തകർ മാത്രമായിരിക്കും, അനുഭാവികൾ മാത്രമായിരിക്കും പൊതുപ്രകടനത്തിൽ പങ്കെടുക്കുക. മറ്റ് എല്ലാ ഏരിയ കമ്മിറ്റിയിൽ നിന്നും റെഡ് വോളണ്ടിയർമാരുടെ പ്രതിനിധികളുണ്ടാകും. റെഡ് വോളണ്ടിയർ മാർച്ച് വിഴിഞ്ഞം ടൗണിൽ എത്തിച്ചേരുമ്പോഴേക്കും ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വിപുലമായ സമ്മേളന നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. കാവ്യ നേരത്തെ മുഖവുരയെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ മുഖവുരയെ ആദ്യം പറഞ്ഞതുപോലെ, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ആ പാർട്ടിയെ എണ്ണയിട്ട യന്ത്രം പോലെ ഭാവി കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന തരത്തിലുള്ള വിപുലമായ ചർച്ച നടക്കുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ വിപുലമായ വാർത്തകൾ കൊടുത്തിരുന്നു. കാരണം വലിയ വിമർശനമുണ്ടായി, വലിയ തരത്തിലുള്ള പാർട്ടി സർക്കാരിനെതിരെ ഉണ്ടായി, പാർട്ടി ലീഡർഷിപ്പിനെതിരെ വിമർശനമുണ്ടായി എന്നൊക്കെ തരത്തിലുള്ള വിപുലമായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകി. അത് ഒരു കാര്യം വസ്തുതാപരമായി പറയേണ്ടത്, അതാണ് CPIM എന്ന് പറയുന്നത്. വിമർശനം ഏത് തരത്തിലുള്ള പാർട്ടിയെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടും പാർട്ടിയുടെ സർക്കാരിനെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിമർശനം നടത്തുക എന്നതാണ് CPIM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഘടകം. എല്ലാ കാലത്തും CPM-ൻ്റെ സമ്മേളനങ്ങൾ ചിട്ടയായി നടത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്ന് ആരംഭിച്ച് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം വരെ, പാർട്ടി കോൺഗ്രസ് വരെ എത്തുന്ന വിപുലമായ വലിയ ചിട്ടയായ പ്രവർത്തനമാണ് CPM സംഘടിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇന്ന് പൊതുചർച്ച ഇന്നും തുടരും. വിവിധ ഏരിയ കമ്മിറ്റികൾ പ്രതികരിച്ച് പ്രതിനിധികൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയ്ക്ക് ശേഷമാണ് മറുപടി പറയുക. നാളെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം അവസാനിക്കുക. ഈ സമ്മേളനം അവസാനിച്ച ശേഷം ഉച്ചയോടുകൂടി സമ്മേളന നടപടികൾ പൂർത്തിയാക്കി പ്രതിനിധികൾ പിരിയും. വൈകിട്ടാണ് 5:30 വലിയ പ്രകടനവും റെഡ് വോളണ്ടിയർ മാർച്ചിനും ശേഷം പൊതുസമ്മേളനത്തിലേക്ക് പോവുക. കാവ്യ. ശരി, നൃപനാണ് സമഗ്രമായ വിവരങ്ങൾ കോവളത്തെ സമ്മേളന നഗരിയിൽ നിന്നും പങ്കുവച്ചത്.